ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ, ഈ കൂട്ടനും ഞാനും ഉള്ള ഒരു ഷോർട്സ്. അപ്പോൾ ഞങ്ങളൊരു സർപ്രൈസ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ആ ഒരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐബൂട്ടനൊരു ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്നൈയിൽ. പൊങ്കലിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഫോട്ടോ ഷൂട്ടിന് ഐബൂട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു ഷോർട്സ് ആയിരുന്നു കേട്ടോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വ്ളോഗുമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും രാവിലെ തന്നെ അവിടെ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരു മാമ ദാദ ടോയ് ഷോപ്പിലായിരുന്നു കേട്ടോ ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നത്. പൊങ്കലിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോപ്പ് വന്നിട്ട് കൊലത്തൂറായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങനെ ഓട്ടോ ഒക്കെ ബുക്ക് ചെയ്താണ് പോയത്. നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴേക്കും അവിടെ ഫോട്ടോഗ്രാഫറും പിന്നെ അവിടെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോപ്പിൻ്റെ ഉള്ളിലായിരുന്നു ഷൂട്ട്. അപ്പോൾ പൊങ്കലായതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് അവർ നല്ല എന്താ പറയുക യെല്ലോയിഷ് കളറായിരുന്നു ബാക്ക്ഗ്രൗണ്ട് വാൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് മാച്ചായിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഐബൂട്ടൻ അവിടെ എത്തി എല്ലാം നോക്കുവാണ് കേട്ടോ. പിന്നെ ഈ ടോയ് ഷോപ്പ് ആയതുകൊണ്ട് തന്നെ മൂപ്പറ് ഭയങ്കര എക്സിസ്റ്റിങ്ങിലാണ് കേട്ടോ. കളിപ്പാട്ടമൊക്കെ വാങ്ങിക്കാമല്ലോ എന്നുള്ളൊരു ഒരു മൂഡിലായിരുന്നു കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ എത്തി. പിന്നെ 2 ചേട്ടന്മാരുണ്ടായിരുന്നു, ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ. അവരിങ്ങനെ ഓരോ സ്റ്റൈലിലായി വീട്ടിനെ നിർത്തിച്ചിട്ടും ഇരുത്തിച്ചിട്ടൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഫോട്ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതും കൂടെ ഒന്ന് വീഡിയോ ഷോട്ടോ ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ ഗൈസ്. പിന്നെ എന്താ പറയുക, അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതേ പേരിൽ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉണ്ട്. അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് കയറിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ ബേബി ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ഫുള്ള് ഡ്രസ്സസും ബേബീസിൻ്റെ ഡ്രസ്സസും പിന്നെ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പർച്ചേസിങ്ങിന് വന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ഷോപ്പിൽ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെ കൊലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു കേട്ടോ ഷോപ്പ് വരുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. പിന്നെ ഈ ചേട്ടനാണ് കേട്ടോ ഐബൂട്ടൻ്റെ ഫോട്ടോസൊക്കെ എടുത്തത്. അപ്പോൾ വിജയ് സ്റ്റൈലിലൊക്കെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പോക്കറ്റിലൊക്കെ കൈയിട്ട് ആദ്യം ട്രയലൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഐബൂട്ടനും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫോട്ടോഷൂട്ടിന് പോകുന്നത്. പിന്നെ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ അവന്. പിന്നെ അവൻ ഇങ്ങനെ പറയാ ഇത് എന്തൊക്കെ ലുക്കിലമ്മ എടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവനെയും വെച്ചിട്ട് കുറേ ഫോട്ടോസൊക്കെ നന്നായിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ഫോട്ടോസൊക്കെ നമുക്ക് പിന്നെ അയച്ചു തരാമെന്ന് അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാനൊരു ചെറിയൊരു വ്ളോഗ് ഇടാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ ഈ ചേട്ടനും കൂടെ നല്ല ഹെൽപ്പായിരുന്നു കേട്ടോ. ഈ ചേട്ടൻ്റെ പേര് സുൽത്താൻ എന്നായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ അവിടെ നിന്ന് പരിചയപ്പെട്ടു. അങ്ങനെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. എന്നിട്ട് നമ്മുടെ ഐബൂട്ടൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. നല്ല കലക്ക വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഈ കോലൊക്കെ എഴുതൂലേ നമ്മളിവിടെ കോലൊക്കെ എഴുതുന്ന പോലെ തന്നെ ഇവിടെ മൺകലത്തിലൊക്കെ ഇങ്ങനെ രംഗോലിയൊക്കെ വരച്ചതുപോലെ ഉണ്ടല്ലേ, അങ്ങനെ വരച്ചിട്ടുണ്ടാകും കേട്ടോ. അടിപൊളിയായിട്ട് ഫുൾ നിറയെ പൊങ്കലിന് ഇങ്ങനത്തെ കലൊക്കെ ആയിരിക്കും കേട്ടോ ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഐബൂട്ടനെ ഫസ്റ്റ് അവിടെ ഒരു സൈഡിൽ നിർത്തിച്ചിട്ടാണ് കേട്ടോ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ വീട്ടിൽ നിന്ന് സെറ്റായിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് വേറെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ട പണിയൊന്നും ഇല്ല. പിന്നെ ഫോട്ടോസ് എടുക്കാൻ അങ്ങനെ സ്റ്റാർട്ടായി കേട്ടോ. അപ്പോൾ ഐബൂട്ടൻ നന്നായിട്ട് പോസൊക്കെ ചെയ്ത് നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വിജയ് സ്റ്റൈലിലും ഒരുപാട് സ്റ്റൈലൊക്കെ അവരെടുത്തു. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ഫോട്ടോഷൂട്ട് നല്ല കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. എന്തായിരുന്നു സർപ്രൈസ് എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സർപ്രൈസ് എന്തായാലും ഇതായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ. ഞാൻ അധികം ലാഗ് അടിപ്പിക്കുന്നില്ല. ഞാൻ ചെറുതായിട്ട് മാത്രമേ ക്ലിക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ വീഡിയോസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ
അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. നമ്മുടെ ഐവുട്ടൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ വേറെ എന്താ പറയുക, ഇതിൻ്റെ ഷോർട്സ് വേണമെങ്കിൽ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കയറിയിട്ട് കണ്ടു നോക്കണേ. പിന്നെ കരിമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കരിമ്പും ഒന്നാമത് ഇവിടെ പൊങ്കലിന് കരിമ്പൊക്കെയാണ് ഇവിടെ സ്പെഷ്യലായിട്ട് കേട്ടോ. അപ്പോൾ കരിമ്പൊക്കെ കൊടുത്തിട്ട് കയ്യിലൊക്കെ പിടിച്ചിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ. എന്തായാലും ഈ ചേട്ടൻ അടിപൊളിയാണ് കേട്ടോ. എന്താ പറയുക, ഓരോരോ മോഡലിൽ ഫസ്റ്റ് കാണിച്ചു കൊടുത്തിട്ടാണ് കുട്ടീനെ അവിടെ നിർത്തിച്ചിട്ട് എടുക്കുന്നത് കേട്ടോ. ഒത്തിരി നേരം സംസാരിച്ചിട്ട് നല്ല ഫ്രണ്ട്ലി ആക്കി എടുത്തിട്ട് ചിരിച്ചും കളിച്ചൊക്കെയാണ് ഫോട്ടോസ് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനും അങ്ങനെ ഒരു ബോറടിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ഐവൂട്ടന് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ബൈ ബൈ പറഞ്ഞ് നമ്മളവിടെ നിന്ന് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം നമുക്കിനി ഫോട്ടോസൊക്കെ കാണാമല്ലേ, ഫോട്ടോസൊക്കെ എടുക്കുന്നത് കാണാം. പിന്നെ അവർ പറഞ്ഞു എൻ്റെ അടുത്ത് മമ്മിയും കൂടെ ഇരുന്നിട്ട് ഒരുമിച്ച് ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അവൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു മമ്മിയുടെയും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഐവൂട്ടനൊക്കെ വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ 2 പേരൊക്കെ എടുത്തു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് വഴിയെ കാണാം കേട്ടോ. പിന്നെ ലാസ്റ്റ് ഐവൂട്ടൻ സ്പെക്സൊക്കെ വെച്ചിട്ട് ഒരു വിജയ് സ്റ്റൈലിലൊക്കെ നിന്നിട്ട് എടുത്തു കേട്ടോ. അപ്പം അങ്ങനെ ഏകദേശം നമ്മുടെ ഫോട്ടോഷൂട്ട് കഴിയാറായിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് അവനെയും എന്നെയും ചേർത്തിട്ട് ഫോട്ടോസ് എടുത്തു കേട്ടോ. പൊങ്കലിൻ്റെ ഷൂട്ടിൻ്റെ ഫോട്ടോസാക്കിയിട്ട് അവരെടുത്തു. എന്തായാലും നല്ല കളർഫുള്ളായിട്ടുണ്ടായിരുന്നു പൊങ്കലിൻ്റെ ഫോട്ടോസൊക്കെ. എടുത്തു കഴിഞ്ഞിട്ട് ചേട്ടൻ കാണിച്ചു തന്നു കേട്ടോ. നല്ല അടിപൊളി ക്ലിക്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതാനും മറക്കില്ലേ. പിന്നെ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയും സമയം കണ്ടുനിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ ഓൾ.